എടാ ഇവിടെ നമ്മളിപ്പോ കരയ്ക്ക് വരാൻ കടലിലാ ജീവിച്ചിരുന്ന കടലിൽ ജീവിച്ചിരുന്ന കഴിഞ്ഞാൽ ഉണ്ടല്ലോ കടലിനകത്ത് മറ്റേ മനുഷ്യന്മാരില്ലല്ലോ. മനുഷ്യന്മാരില്ല, ജീവികളുണ്ടല്ലോ. പക്ഷേ ഈ കടലിൽ കിടന്ന ഈ കൊച്ചു ചെറുക്കന്മാരെ ഇങ്ങോട്ട് കേറി വന്ന് നമ്മളായത് ആന്നു. വെള്ളത്തിനകത്തെങ്ങാണ്ടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നീ ചോടെ ഒച്ച സംസാരിക്കും കേൾക്കാൻ മേല. അത് ഇവിടെ കേട്ടാ പോരായോ? നീ പറയുന്നത് എനിക്ക് കേക്കട്ടെ. ഓ അങ്ങനെ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ എന്തായിരുന്നു പറഞ്ഞേ, കടലിനകത്തെ ചെറിയ ചെറിയ സാധനങ്ങളല്ലയോ വളർന്ന് മറ്റേ വലുതായി. അതിനകത്ത് കിടന്ന് മറ്റേ മാർഗം കടി മൂത്തിട്ട് കരയിലോട്ട് നീന്തി വന്നിട്ടാ ഫുൾ സീൻ തുടങ്ങുന്നത്. നമ്മളിപ്പോഴും കടലിനകത്തായിരുന്നെങ്കിൽ നമ്മൾ എന്നിട്ട് നമ്മള് ലാസ്റ്റിൽ എന്തോ ഇത്രയും വലിയ സംഭവമായിട്ട് വീണ്ടും കടല് കാണാൻ വരുന്നു. അതെ, തിരിച്ച് പോവാ. പക്ഷെ നമ്മള് കടലിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇപ്പോഴും വെള്ളത്തിനിടയിൽ നീ ശ്വാസം വിടാൻ പറ്റത്തില്ല. അതൊരു ഒരു ഒരു ഇതായി പോരായ്മയല്ലോ നമ്മുടെ ഡിസൈനില്. ആണാണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കടൽ നശിപ്പിച്ച മീനൊക്കെ മറ്റേ ഓടിച്ചിട്ട് കടിച്ചു പിടിച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് മറ്റേ ചില വീഡിയോ എങ്ങനെ ഫ്രൈ കല മറ്റേ വീഡിയോ കഥ കണ്ടല്ലേ, മറ്റേ കുന്തം കൊണ്ട് എറിഞ്ഞു പിടിക്കുന്നത്. മറ്റേ ഈ ആൻഡമാനിലും അവിടെയൊക്കെ കത്തി കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട് കത്തി കൊണ്ട് വെട്ടിപ്പിടിക്കുന്ന ടീംസ് ഒക്കെ. ഇപ്പൊ ഉണ്ടോ അറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ കുറെ നേരം നിന്നാ മറ്റേ വെബ്ഡ് ഫീറ്റ് വരും. നമ്മുടെ കൈയെല്ലാം മറ്റേ സ്പൈഡർ വെബ് പോലെ നമ്മുടെ കൈയെല്ലാം ഇങ്ങനെ ബിളുകളാവും. അതുപോലല്ലേ ഈ കടലിൽ വീണ് മരിക്കുന്ന ആൾക്കാരുടെ വെള്ളം കയറി ശരീരം വീർക്കും. പിന്നെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിഞ്ഞു പോകും. അതാ മറ്റേ ഗിളുകളാന്നാവും. വെള്ളം കുറെ അത് ഇപ്പൊ ഈ കല്ലിൽ തന്നെ നമ്മളങ്ങ് തെന്നുന്നില്ലേ, ആ വെള്ളം അടിച്ചടിച്ച് അവിടെ ഗിളുകളാന്ന് അതന്നെ ആയിരിക്കും. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഏത് ജീവിയുടെ ശരീരത്തിൽ വെള്ളം ഉള്ളപ്പോഴാണ് ആ സാധനം ഇപ്പൊ ശരീരം മാത്രമല്ല, നമ്മുടെ ഈ എന്താ പറയുന്നത്, കല്ലാണെങ്കിലും ഈ കല്ലിപ്പൊ ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ അതിന് വേറൊരു കളർ. ഇത് വെള്ളം വന്ന് വീണ് കഴിയുമ്പോ തിളങ്ങാൻ തോന്നും. പിന്നെ കൊറേ നേരം വെള്ളത്തിൽ കിടന്ന കല്ലിന് റൗണ്ട് ഷേപ്പ്, കൂർത്തൊന്നും ഇരിക്കത്തില്ല. അത് സമയം പാറയൊക്കെ പൊട്ടിച്ചേരാണ് കൂർത്തേ ഇരിക്കത്തുള്ളൂ. അടാ നീ ഇതിനെ പറ്റി കേട്ടിട്ടില്ലയോ, മറ്റേ ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലങ്കയിലോട്ടുള്ള മറ്റേ പാലം കിടക്കുന്ന കല്ല് വെള്ളത്തിൽ, അതൊക്കെ എന്താ സംഭവം ഇല്ലയോ? ആർക്കറിയാം, എന്തോ ഐതിഹ്യമാണോ അതോ ശരിക്കും? എനിക്കാർക്ക് അറിയത്തില്ല. ഐതിഹ്യപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ രാവണൻ സീതയെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഇവർക്കപ്പം ബൈ വാട്ടർ അത്രയും ഭയങ്കര ദൂരമല്ലേ പോവാൻ, ഇതില്ലാത്തത് കൊണ്ട് കഥയായത് അവര് മറ്റേ ഈ കുരങ്ങന്മാരുടെ ബാലി സേന എന്ന് പറഞ്ഞിട്ടുള്ള അവരെല്ലാവരും ചേർന്ന് പാലം പണിയുന്നത്. അത് കഥ. സയന്റിഫിക് പരമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സബ്സ്റ്റൻസുകളൊന്നും അവിടുത്തെ അല്ല, വേറെ ഇങ്ങോട്ടൊന്നും വന്നൊക്കെയാന്നൊക്കെയാ പറയുന്നത്. അതുപോലെ മറ്റേ ഈ ഇവരെ അമ്മ യുദ്ധം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഹനുമാൻ ഒരു മല കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പേര് മരുതാമല. ആ മല ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ഉള്ള ഇതെല്ലാം മൃതസഞ്ജീവനി ആസീനുള്ളത്. ആ ചെടികളൊന്നും ആ ഒരു ഏരിയ ആയിട്ട് യാതൊരു ഇതും ഇല്ലാത്ത ഇതാന്നൊക്കെ സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ അതിനകത്ത് എന്തുവാന്നുള്ളതും അറിയത്തില്ലല്ലോ. അത് ഒരു ഇതിനകത്ത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ട് മറ്റേ ഇതുണ്ടല്ലോ, ഏതാ സാറ്റലൈറ്റ് പോലെ, സാറ്റലൈറ്റ് അല്ല, ടെലിപ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാന്നാ പറയുന്നത്. എടാ ഈ പിരമിഡ്സിനകത്തെ ഈ ഹൈറോഗ്ലിഫ്സ് ഇല്ലേ, പടങ്ങള്, അതിനകത്തൊരു സാധനം ഉണ്ട്, കണ്ട ഹെലികോപ്റ്റർ പോലെ ഇരിക്കും. മറ്റേ UFO വട്ടം കൊണ്ട് കൃത്യ ഹെലികോപ്റ്റർ പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അവന്മാരുടെ അവര് പറയുന്നത് ഹെലികോപ്റ്ററാ, മറ്റേ ആൾക്കാരെ ഏതായാലും ചുമ്മാ ഇരുന്നപ്പോ തോണ്ടി അതായിരിക്കും. നീ ഒന്ന് ആലോചിക്കും, നമ്മളിപ്പോ ഇവിടെ എന്തേലും ഇവിടെ എഴുതി വെച്ചിട്ട് പോവാ, കുറെ നാളെ ഇത് പണ്ടത്തെ ആൾക്കാർ എഴുതിയതാ. അല്ല അങ്ങനെ ആണല്ലോ. മറ്റേ നീ ഇവിടെ എടക്കൽ ഗുഹ പോയിട്ടുണ്ടോ? എടക്കൽ കേവ്സ്. എടക്കൽ കേവ്സിൽ പോയിട്ടില്ലയോ? അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ മറ്റേ മാനും സാധനമൊക്കെയാണ് പടം വരച്ച് വെച്ചേക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കയറ്റി വിടുന്നില്ല, അവിടെ എന്തോ പ്രശ്നമായിട്ട്. ഞാൻ ലാസ്റ്റ് ഞാൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവരുടെ എന്തോ
എന്ത് ഈ മറ്റേ ഉരുൾപൊട്ടലിന് എന്തോ സീൻ ഉണ്ടായിട്ട് എടക്കൽ ഗുഹയിലല്ല അതിന്റെ ചുറ്റുവട്ടം എവിടെ എന്തോ സംഭവം. അല്ല പണ്ടത്തെ വര ഇതൊക്കെ ആൾക്കാർ അത് ഭയങ്കര ഒരു ഇതാട്ടോ, ഭയങ്കര എന്തോരം നടക്കണമെന്നറിയോ, പോണ്ടാരം നടന്നുള്ള ഊപ്പാട് വരും, സീനാ. ഇതുണ്ടോ ഈ സാധനം കാണും പക്കാ സ്കെൽട്ടൺ പോലെ മറ്റേ ഓരോ ഇതുപോലെ. അതാണല്ലോ ഇത് കുറച്ച് മറ്റേ ഇത് എന്താ ഇതെന്നാ ഇത് ഈ മറ്റവന്മാരുടെ തോടാണോ? ഇത് അതാടാ മറ്റേ കക്കയോ ഷെല്ല് ഷെല്ല് കോറൽസിന്റെ. ഇത് കോറലാന്ന് തോന്നുന്നു. ഇതിനകത്തല്ലയോ മറ്റേ പേള് വരുന്നത്. वही है ना corals, shells किसका? हाँ वही corals में है ना? नहीं corals नहीं, ഇത് പേള് വരുന്നത്. പേള് ചിപ്പി. അതാണോ മുത്തുച്ചിപ്പി? മുത്തുച്ചിപ്പി അതാണോ? മുത്തുച്ചിപ്പി മറ്റേ തുണ്ട്. അതെ. അപ്പൊ ചിപ്പി എന്ന് പറഞ്ഞ പേരാണ് അതാണോ? ചിപ്പി എന്ന് പറഞ്ഞാൽ അതിനാ പേളിനാ ചിപ്പി എന്ന് പറയുന്നത് ആണെന്ന് തോന്നുന്നു. ചിപ്പി കൊച്ചിനായി വേറെ എന്നാ പറയും? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല. പോടാ ഒന്നുമില്ല. മറ്റേ ബ്ലോക്ക് ആയിരിക്കോ ഫുള്ള്. എനർജി ഇല്ലയോ? എനർജിയുടെ അല്ല, എന്നാ പറയണോന്ന് അറിയത്തില്ല. അത് ചില സമയത്ത് നമ്മുടെ മറ്റേ മൈൻഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കും. നീ എപ്പോഴും അടിക്കണം. ശരിയാ. അപ്പൊ നല്ല പവർ ആവും. അപ്പൊ പക്ഷെ ഇത് എടുക്കാനും തോന്നുന്നില്ല. ബിയർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. അല്ല ചിലവര് പറയുന്നത് ഈ കഥയൊക്കെ എഴുതുന്നവരാണ് അവർക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമെന്ന്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന അന്നേരം പോയി ജോയിന്റ് അടിക്കും. പിന്നെ ഒരിക്കലും അത് അവരിങ്ങനെ കുറെ നാളിങ്ങനെ ഇരിക്കും, ഒന്നും എഴുതാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് എല്ലായിടത്തും ഉള്ളതല്ലയോ? ഇവിടെ എന്തുമാത്രം കല്ലല്ലേ ഉള്ളത്. ഇത് ഇവിടെ കല്ലും ഇത് കൊള്ളാം, ഈ ടെക്സ്ചർ കൊള്ളാം ഇതിന്റെ. അല്ലേ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ അവിടെ ഓരോ വീട്ടിലൊക്കെ ഇടുന്ന തന്നെ ഭയങ്കര പൈസ. പിന്നെ ഇതിന്റെ ഇടയ്ക്കില്ല, ഞാൻ നേരത്തെ കുറെ പച്ചക്കല്ലുകൾ ഇതിന്റെ ഇടയ്ക്ക് എന്നാ നോക്കിയപ്പോ എന്നാ പറയുക ബീറൂപ്പി പൊട്ടിച്ചിട്ടേക്കുന്നത്. ഞാൻ ഒരു കല്ലിൽ കിങ് ഫിഷർ ട്യൂബോർക്ക് എന്നൊക്കെ എഴുതിയത്. അപ്പോഴാണ് മനസ്സിലായത് കല്ലല്ല, അവർ ഒരുമാതിരി ഊമ്പിത്തരമായി കാണിക്കുന്നത്. ഇത്ര ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കാരണം പല സ്പോട്ടുകളും നമുക്ക് പോകാൻ പറ്റാതെ അടച്ചിട്ടേക്കുന്നത്. അല്ല ഇമാര് കുടിക്കുന്നുണ്ട്, ഇമാര് ഇത് അടിച്ച് പൊട്ടിച്ചല്ലേ മറ്റുള്ളവരെ അല്ലേ അത് ബാധിക്കുന്നത്. ആരെങ്കിലും ഒക്കെ എന്റെ പണ്ട് കാല കുപ്പിച്ചല് കുത്തി കയറിയതാ. ഞാൻ കൊച്ചിലെ സാറ്റാണ്ട് കളിക്കാൻ നേരത്ത് ഇവിടെ തൊട്ടപ്പുറത്തെ സീൻ കളിച്ചതാ. നേരെ കുപ്പിച്ചേല പോയി കാല കുത്തി കയറി. പിന്നെ ഷോകായിരുന്നു. അതുപോലെ ഇങ്ങനെ ആരെങ്കിലും ഏതായാലും ഒക്കെ ഒരുത്തന എറിഞ്ഞിടുന്നതായിരിക്കും. അതന്നെ ഇതേ പച്ചക്കല്ല് കൊറേ നാളായി വാങ്ങി. ഇത് നെമ്രാളിലാണ് ട്യൂബോർഗിന്റെ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടേക്കും. ഈ കടലിനകത്തൊക്കെ എന്നാ വേസ്റ്റ് ആയിരിക്കും അല്ലേ? നടക്കുന്നുണ്ടല്ലോ വേസ്റ്റ്. നോർത്ത് ഇന്ത്യൻ ഗൈസ് ഡൂയിങ്. അല്ല ഇതെനിക്ക് തോന്നുന്നില്ല ആരും ഇടും ഇത്. Yeah, because it's full of beer bottles here, glass. Just you want to see how many broken glasses are here? You have eyes to see. What here? The beach. Why I would go to some other good beach. Why would I come here? We are exactly shooting a podcast for you here. So you guys are. I mean, if in Kerala we wanted to go for a podcast, we don't have to travel for 1 hour. You can just go outside, you'll find a good place. Because you guys live on the beach only. You don't have anything to do. ഒരു സെറ ചലോ. ലൈറ്റർ ഉണ്ട്. ഉണ്ട് കത്തിച്ചിട്ട് പക്ഷെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഷോകവും. നമ്മൾ ഇത്ര അപരാധം പറഞ്ഞിട്ട്. Just take a look around. How much pollution is here? But we'll take the bud and go. We won't put it here. Yeah, so share. कितने birds है अभी तक दिखा? पुराना bird कहाँ है? It's in my bag. डस्टबिन. तो कोटा है? bird किधर है इससे पहले? डस्टबिन में. नहीं घुसेड़ लिया. Explicit contents only. We say if you want to talk, you can come here, sit and talk. You guys are talking oh. No, we can talk in English also. No issues. You need only you guys don't know Malayalam. We know Hindi, English, Malayalam, everything. The only reason we are talking in English because you don't know how Malayalam. Obviously. We'll start talking in Bengali and Marathi. You won't understand. Why?
We don't want to listen to you. We don't want to understand. ഇവിടെ പക്ഷെ ആരും ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങാനൊന്നും തോന്നുന്നില്ല. ഓ ഇത് അഴുക്ക് എന്ത് ഈ വെള്ളത്തിന്റെ കളർ തന്നെ കണ്ടില്ലേ? അത് മറ്റേ മണലാടാ, കറുത്ത കളറ് മണലായോണ്ട്. ഇത് കൊറേ അങ്ങ് പോണം. പിന്നെ ഇപ്പൊ മൺസൂണല്ലേ, വെള്ളമെല്ലാം മഴയെല്ലാം പെയ്ത് എല്ലാം കുഴഞ്ഞ് അളഞ്ഞിരിക്കുക. അപ്പൊ ഈ കറുത്ത സാധനം വരത്തുള്ളൂ. ഇപ്പഴാ സെറ്റ് Careful, you might end up breaking the ball. നെയ് റിഗ് കെട്ടത്തില്ലല്ലേ ഇവിടെ റിഗ് ആണ്ടൊക്കെ ഉണ്ട്. ഏതായാലും പാവപ്പെട്ടവന്മാരെ കഴിച്ച് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ഇരിക്കും, ഓരോരുത്തന്മാർ ഇവിടെ വന്ന് ബീച്ച് വന്നിരുന്ന് കൊണയടിച്ചിട്ടു. അവിടെ നമ്മള് മറ്റേ വെയിലത്ത് ഇതെല്ലാം നിന്ന്. അയ്യോ അമ്മേ. ശരിയാ, ഇവിടെ ഇരിക്കുമ്പോ സീനില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എങ്ങനെയാലും ഒന്ന് കര വന്നാ മതി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലൈഫ് തന്നെ റിഗിന്റെ എന്ന് പറഞ്ഞാല്. ചുമ്മാ സീനാ, ശോകം. റിഗിന്റെ നല്ല അങ്ങനത്തെ ഈ മെക്കാനിക്കലും ആ ഫീൽഡിലുള്ള എല്ലാം. റിഗ് എന്നുവെച്ചാ ഈ ഓഫ് ഷോർ ജോലി എന്ന് പറയുന്ന ഒരുമാതിരി ഈ മർച്ചന്റ് നേവി നമ്മളുടെ ഫീൽഡിലുള്ളു. പിന്നെ 40 ഒരു ദിവസം അല്ല ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ എന്നിട്ട് തിരിച്ചു വരാൻ പറ്റുന്നത്. മറ്റേ ചിലവന്മാരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ഇവിടുത്തെ തേർഡ് പാർട്ടി കമ്പനീസ് ഉണ്ട്, അവന്മാരൊക്കെ 6 മാസമൊക്കെ കടലിൽ കിടക്കുന്നത്. എങ്ങനെ അല്ല ഈ മെർച്ചന്റ് നേവിക്കാരിൽ 6 മാസം സെയിലിങ്ങിന് പോകത്തില്ലേ? സെയിലിങ്ങിന് പോകുന്നവര് 6 മാസം, പിന്നെ 6 മാസം കര വരും. അപ്പൊ ഒരു സമാധാനം ഉണ്ട്. 6 മാസം ചുമ്മാ ഇരിക്കും. 6 മാസം ചുമ്മാ ഇരിക്കും. 6 മാസം അങ്ങനെയാണോ അവർക്ക്? 1 മാസം 1-2 മാസമല്ലേ ഉള്ളൂ? എനിക്ക് തോന്നുന്നു 2-3 മാസമൊക്കെ ഇരിക്കാന്ന് തോന്നുന്നു. സാധാരണ ഞാൻ കേട്ടുള്ള 6-6. നമുക്ക് 3-1-1-1 എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് 6-6. 6 മാസം പക്ഷെ കടിച്ചു പേടിച്ചിരിക്കണം. അതും അതിന്റെ നടുക്ക് മറ്റേ കൂടെ ഉള്ളവന്മാര് കമ്പനി ഇല്ലെങ്കിൽ എന്നെ മടുപ്പായിരിക്കും. എന്റെ ദൈവം, സമയം പൊളിറ്റിക്സാ എല്ലായിടത്തും. അതല്ല, സമയത്തിന്റെ ഇതാ നമുക്ക് പണി തരാൻ പോകും. ഈ ജയിലിലൊക്കെ ആൾക്കാര് ഏറ്റവും ഈ ജയിലിൽ കിടന്ന ഇച്ചിരി കൂടെ കുന്തളിപ്പാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് റിഗില് ഈ ഓഫ് ഷോർ പണിയെടുക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരെ ജയില് പോലായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ റിഗ്. അങ്ങനെ ഞാൻ കേട്ടിട്ട് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ എന്താ പറയുന്നത്, ഇതുപോലെ ക്രിമിനൽസിനെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആദ്യമേ ആരെങ്കിലും പോവുക കടലിനടുക്കുക, ആദ്യമേ ഒന്നും അറിയാതെ. നിന്നോട് നീ ഇതുവരെ കടൽ കണ്ടിട്ടില്ല, ഒന്നുമില്ല, അങ്ങനെ ഒരാളാണ്. നിന്നോട് ഒരു ദിവസം പറയാം, നിന്നെ ആ കടലിനെ നടുക്കിയിട്ട് പണിയെടുപ്പിക്കാൻ പോവോ, വരുന്നോ ഇറക്കാന്ന് പറഞ്ഞത് ആരെങ്കിലും പോവും. പക്ഷെ ലോകത്തുള്ള പൈസ മുഴുവൻ ഇതാ ഓയിലിൽ നിന്നോ. ഓയിലിലായി ലോകം മുഴുവൻ ഓടുന്നത്. ഓയിലില്ല ഒന്നുമില്ല. ഈ മൺസൂൺ സമയം കൂടെ ആകുമ്പം അത് റിഗാണല്ലോ. റിഗിന്റെ ലെഗും റിഗിന്റെ മറ്റേ ഇത് എല്ലോ ഗേറ്റാന്ന് തോന്നുന്നു. മെയിൻ്റെനൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. അതല്ല ഇട്ടേക്കുന്ന മെയിൻ്റെനൻസ് ഇട്ടേക്കുന്ന റിഗുകളാണ്. അതല്ല റിഗ്. പിന്നെ ബോട്ടുകളും ഉണ്ടല്ലോ, ഡ്രിൽ ഷിപ്പ് ഉണ്ട് കിടക്കുന്നുണ്ട് അവിടെ. ഈ കടലിന് നടുക്കേ നമ്മളിപ്പം പോകുന്നത് ഒരു കൺട്രോൾഡ് ഏരിയയിലാണല്ലോ. റിഗ് അവിടെ ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. ഈ ട്രാപ്പായി പോകുന്നവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കും. ഇങ്ങനെ ഈ ഷിപ്പ് പോയി മുങ്ങുന്നതും പ്ലെയിൻ പോയി ഇപ്പൊ ഈ മൺസൂൺ സമയത്ത് ഈ സൈക്ലോൺ അലേർട്ട് ഒക്കെ ഉള്ളപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള അടുത്ത് നല്ല ആൾക്കാര് ഇവിടെ തന്നെ മുമ്പേ തന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയം 2021, 22-ലൊക്കെ 22-ലോ 21-ലാന്ന് തോന്നുന്നു. മറ്റേ 22-ല് 21-ല് മറ്റേ റിഗ് ആക്സിഡന്റ് നടന്നില്ലേ? റിഗ് അല്ല, സോറി, ബാർജ് മുങ്ങിയത്. മറ്റേ 83 പേര് മരിച്ച് സീന്. പിന്നെ ചോപ്പർ മുങ്ങി. മഴ സമയം ഭയങ്കര റിസ്ക്കാ കടല് സീനാ. അതല്ല, കടലിനാണെങ്കിൽ പെട്ടുപോകുന്ന കാര്യം ഒന്ന് ആലോചിക്കും. അതാടാ, ചുറ്റും വെള്ളം കുടിക്കാനും പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ മൺസൂൺ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ മാക്സിമം ആൾക്കാരെ ഒഴിപ്പിക്കും. വർക്കൊന്നും നേരം നടക്കത്തില്ല. അപ്പൊ എന്നിട്ട് അവര് മിനിമം ലിമിറ്റഡ് അവിടെ അത് ജസ്റ്റ് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊന്നുമില്ല, അല്ലാതെ പ്ലാറ്റ്ഫോം റൺ ചെയ്യാനുള്ള ആൾക്കാർ മാത്രം വെച്ചോണ്ട് ഇരിക്കുന്നത്. ആ സമയത്ത് ഫുഡ് തരാൻ, ഇപ്പൊ ഈ ഫുഡ് അവിടോട്ട് ചെല്ലുന്ന പറഞ്ഞാൽ സപ്ലൈ വെസലുണ്ട്, ഇവിടുന്ന് പോകണം. ഇവര് ഒരാഴ്ച കൂടി ഇരിക്കുമ്പം സപ്ലൈ കൊണ്ട് കൊടുക്കും. അപ്പം ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മൺസൂൺ അല്ലെങ്കിൽ സൈക്ലോൺ അലേർട്ട് ആകുമ്പോൾ ബോട്ട് മൂവ്മെന്റ് ഇല്ല. ബോട്ട് മൂവ്മെന്റ് ഇല്ലാത്ത സമയത്ത് ഫുഡ് എങ്ങനെ വരും? ഫുഡ് എങ്ങുമില്ല. മറ്റേ D1 ഫീൽഡൊക്കെ ഉണ്ടല്ലോ, ഒരു BNS അസറ്റിലെ D1 ഫീൽഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
മറ്റേ അർമഡ സ്റ്റെർലിംഗ് ഉണ്ട്, ഷിപ്പിന്റെ സ്റ്റോറേജാണ്. അവിടുന്ന് കുക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ളിടത്തെല്ലാം ഫുഡ് എത്തിക്കുന്നത്. ഇതാണെങ്കിൽ ഫുഡ് കിട്ടത്തില്ല. എങ്ങനെ കിട്ടും? എങ്ങനെ ഇത് അടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അവര് ബോട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ബോട്ട് അടുക്കണമെങ്കിൽ ഇത് മറ്റേ ഡീപ്പനിങ് ചെയ്തല്ല അടുക്കത്തുള്ളൂ. ഡീപ്പിങ് അത് ഈ മൺസൂൺ സമയത്ത് ഭയങ്കര പാടാ, സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് അവന്മാര് ഇത് അടുപ്പിക്കത്തില്ല. ഈ വേവ്സിന്റെ സ്വെല്ല് അനുസരിച്ചിട്ടാ. പിന്നെ മീൻ പിടിക്കാന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അതും പറ്റത്തില്ല. അതെങ്ങനെ പിടിക്കാനാ? ഇത്ര ഭയങ്കര കാറ്റാ അവിടെ. ഓഫ് ഷോർ പ്ലാറ്റ്ഫോം എൻ്റെ പൊന്നെ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അമ്മാതിരി കാറ്റാ സൈക്ലോൺ സമയത്ത്. എല്ലാ വർഷവും ഉണ്ടാവും സൈക്ലോൺ അലേർട്ട് ഉള്ളതാ. മെയ് 15 തൊട്ട് മഴ പെയ്യുന്നു കേട്ടോ. മഴ അത് കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് വാട്ടർ പ്രൂഫ് അല്ലേ? വാട്ടർ പ്രൂഫാ അത്, കുഴപ്പമില്ലായിരിക്കും. ഫോൺ കുഴപ്പമില്ല, ഇതിനകത്ത് വീടായിരുന്നാ മതി. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ തോന്നില്ല. കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയർ അതാ. കാരണം നമുക്ക് ഈ ഇത് കാണിക്കാൻ തോന്നുന്നില്ല, നമുക്കിത് കണ്ടോണ്ടൊക്കെ ഇരിക്കാനാ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നാ വാളിത്തരം കാണിക്കുന്നു. ഇവിടെ വന്നിരുന്നിട്ട് ഒരു ക്യാമറയും വെച്ച് അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക. കടലവിടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്. ഞാനവന് ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞ് ഇതേലോ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ഒരു 4 വർഷം കണ്ടിന്യൂസ് ഇത് കണ്ട് മറ്റേ കണ്ണിനകത്ത് രാവിലെ എണീറ്റ് ചുറ്റിലും നോക്കും. നല്ല രസമാണ് ചേട്ടോ. രാവിലെ ഞാൻ ചില സമയത്ത് രാവിലെ അവിടെ 5 to 7 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം. ചില ദിവസങ്ങളിൽ മറ്റേ ഇവരുടെ ഈ നോർത്ത് ഇന്ത്യൻ ചോള ഭട്ടൂര ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടം. ആ സാധനം കഴിക്കാൻ നേരത്തെ ഞാൻ അത് കഴിക്കാൻ വേണ്ടി ഞായറാഴ്ച മാത്രമേ ഉള്ളത്. അത് രാവിലെ രാവിലെ ഒരു 6 മണിയാകുമ്പം ഇത് പോയി കഴിച്ചിട്ട് നേരെ ഹെലിഡക്ക് ഉണ്ട്, ഹെലിഡക്ക് പോയി അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം സൺറൈസും സൺസെറ്റും ഒക്കെ അടിപൊളിയായിട്ട് കാണാം. അത് റെഗുലർ സൺറൈസും സൺസെറ്റും ഒരു കാപ്പിയൊക്കെ ഇട്ടോണ്ട് നൈസായിട്ട് അവിടെ പോയി. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് അത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ നല്ല ബ്ലൂ കളറിലെ വെള്ളം, ഫുള്ള് നല്ല ശാന്തതയാ. ഫുള്ള് ശാന്തത. പണിയെടുക്കണം, ഓവർ ശാന്തത. അതാ ഓവർ ശാന്തത. പണിയെടുക്കണമെന്നുള്ള ഒരു ഒറ്റ ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാല് വേറെ പ്രശ്നമൊന്നുമില്ല. പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ മറ്റേ പട്ടിപ്പണി, ഏതാ സ്പാനർ പൈപ്പ് ലൈൻ എടുത്ത് അടിക്കുക. പക്കാ ബ്ലൂ കോളർ. മഴയത്ത് ഫുട്ബോൾ കളിക്കുന്ന എനിക്ക് ഓർമ്മ വരുന്നത് ഈ കണ്ടത്തില് ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ മഴ ആകുമ്പോഴത്തേക്ക് ഇത്രയും നമ്മുടെ മുട്ടിന്റെ ആ ഒരു ലെവലില് ഇതാ. എന്നിട്ട് ബോള് വെള്ളത്തിലായിരുന്നു. വെള്ളത്തിൽ ഇട്ടിട്ട് അടിക്കൂ. എന്റെ നൈസ്. ചെറിയ ഏരിയ ഒരു വരെ കാണാം. അത് മഴയത്ത് കളിക്കുന്ന ഒരു പ്രത്യേക മൂടാ. ഫുട്ബോളോ ക്രിക്കറ്റോ എന്തായാലും അത് നൈസാ. അതുപോലെ കണ്ടത്തിലൊക്കെ പോയി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോയായിരുന്നു, കളിക്കാൻ പോയായിരുന്നു. അത് ഈ കണ്ടത്തിലാ പോകുന്നത്. അത് തെന്നി അടിച്ചൊക്കെ സ്ലൈഡ് ചെയ്യാൻ പറ്റും, നൈസായിട്ട് സ്ലൈഡ് ചെയ്ത് എന്തൊക്കെയാ. അപ്പം ഒരു പ്രത്യേക അന്നേരം ഇതിനെ പറ്റിയിട്ടൊന്നും ഇങ്ങനെ വീടുന്നതിനെ പറ്റി. പക്ഷെ സീൻ എന്നാ അറിയോ, ബോൾ എത്ര അടിച്ചാലും പോകത്തില്ല. ഭയങ്കര പാടാ, ഓടാനൊക്കെ പാടാ, കൂടുതൽ അടിക്കും. പിന്നെ ബോള് മറ്റേ ഫുട്ബോൾ ചെയ്യുമ്പോ അടിക്കുന്നില്ലേ, ബോൾ മറ്റേ പയ്യേ പോകത്തുള്ളൂ. പാസ് ചെയ്യാനൊക്കെ ഭയങ്കര വിരളൊക്കെ എന്തോ വേദനയാവോന്നറിയോ. അയ്യോ. പിന്നെ തലയിൽ ഒരു ഈച്ച പോലത്തെ സാധനം എപ്പോഴും വരും മഴ പെയ്യുമ്പോ. മറ്റേ 10-100 വരുന്നത്, 10-100 വരുന്ന സാധനം ഇപ്പോഴും വരും. നമ്മുടെ തലയുടെ മണ്ട വന്ന് ഇങ്ങനെ നിൽക്കും എപ്പോഴും. അതിപ്പോ വേർത്തിട്ടിരുന്ന അത് വേർപ്പിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ആ സാധനം വരും. അയ്യോ. ഇതിപ്പോ ഇതുവഴി പോകുമ്പോ നമ്മളെല്ലാരും നോക്കിയേ എന്തോ പരിപാടിയായി കാണിക്കുന്നേ. മഴയത്ത് വന്നിരിക്കോ? അല്ല, എല്ലാരും എൻജോയ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല, നമ്മള് എല്ലാരും വന്നിരുന്ന് കടൽ എൻജോയ് ചെയ്യുക. നമ്മളിവിടെ വന്നിരുന്ന് അങ്ങോട്ടിരുന്ന് വീഡിയോയും എടുത്തോണ്ടിരിക്കുവോ? കടല് കാണുന്നില്ല, എല്ലാരും തിരിഞ്ഞിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു മുംബൈയിലെ അത്യാവശ്യം ഒരു വൃത്തിയുള്ള ഇതാന്ന് തോന്നുന്നു. കുറച്ച് പീസ് സ്ഥലം. നമ്മൾ അന്ന് പോയ സ്ഥലത്തിനേക്കാളിലൊക്കെ നല്ലത്, അന്ന് വെർസോവേനേക്കാളിലൊക്കെ നല്ലത്. അത് സ്ഥലമില്ലല്ലോ അവിടെ. അതന്നെ അത് പേരിനൊരു ബീച്ച്. അവിടുത്തെ തിരക്ക് എന്തോ തിരക്കാണ്. ആൾക്കാരെന്തിനാ അതിൽ നല്ല ഇവിടെ വരുന്നത്. ഇവിടെ എന്തോ പീസാണ്. ഇവിടെ ആണെങ്കിൽ തിരക്കില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ ഇത് ട്രാൻസ്പോർട്ടേഷന്റെ ഇത് കാരണമായിരിക്കും ഇവിടെ ഇത് കുറവല്ല. അതെ അതെ, ഇവിടെ വരാൻ നമുക്കാ ഇത് അടുത്തത്. നവി മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരാനാന്ന് തോന്നുന്നു ഇച്ചിരി ഇവിടെ അടുപ്പം.
മറ്റോമാർ അവർക്ക് അവിടെ ബീച്ച് ഇറക്കുമ്പോ അത് കളഞ്ഞിട്ട് ഇവിടെ ഒന്നില്ലെങ്കിൽ അത് ബീച്ചിൽ നിന്നൊന്നും പറയാനൊന്നുമില്ല, ചുമ്മാ ശോകം അത്. അതൊരു പ്രൈവറ്റ് ബീച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നാട്ടുകാരെല്ലാം ഈ ബോംബെയിലുള്ള എല്ലാരും ഉണ്ടോ? ഇവന്മാരവിടെ മറ്റേ റീൽസ് എടുക്കുന്നു, നമ്മളിപ്പോ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നു, നമ്മള് വിടുന്നു. ഓർത്തില്ലല്ലോ നമ്മൾ ഈ സാധനം. ശരിയാ, പണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഇടുന്നവരൊക്കെ കണ്ട പട്ടിയല്ലേ. നമ്മളതായി മാറി. ഇപ്പൊ അതുപോലെ ആയിരിക്കും നമ്മളെ ബാക്കിയുള്ളവര് പറയുന്നത്. നമ്മളെ ഏറ്റവും വെറുത്ത സ്ഥാനം തന്നെ നമ്മളായി. ഇതുപോലെ തന്നെയാണ് ഞാൻ പണ്ട് നമ്മുടെ നാട്ടിലൊരു കോളേജ് ഉണ്ട്, എഞ്ചിനീയർ, ഞാൻ പഠിച്ച കോളേജ്. ഞാൻ പ്ലസ് 2 സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിടെ പഠിക്കത്തില്ല. കാരണം നാട്ടിൽ തന്നെ എനിക്ക് പഠിക്കേണ്ട, അവിടെ എന്തായാലും ഞാൻ പഠിക്കത്തില്ല. കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് പ്ലസ് 2 കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞ് പുറത്തു പോകും, വേറെ ഏതെങ്കിലും വെച്ചാൽ പുറത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ത്യ വിട്ടിട്ടല്ല, കുറച്ച് ദൂരം എറണാകുളത്തോ അല്ലെങ്കിൽ അങ്ങനെ ചെന്നൈയിലോ മറ്റേ VIT-ലൊക്കെ അങ്ങനെയുള്ളത്. ഞാൻ പറയോ എനിക്ക് എന്തിനാ പറഞ്ഞത് വീട്ടിൽ നിന്ന് പഠിക്കാന്ന് പറഞ്ഞ് പോളാ. ഞാൻ നേരെ തിരിച്ചു, ഞാൻ ആദ്യം പറഞ്ഞ ബാംഗ്ലൂരിൽ പോകണമെന്നായിരുന്നു. കുട്ടാർക്ക് അപ്പളാ മനസ്സിലായി ഇവന്റെ പോക്ക് ശരിയല്ല, ഇവനവിടെ ഷോട്ട് അടിക്കാൻ പോകുന്ന അതിനൊന്നും നല്ലത്. പക്ഷെ ആ സമയത്ത് ഭയങ്കര പാട്ടോ, ബാംഗ്ലൂരിൽ നിന്ന് കേട്ടാലേ ആൾക്കാർ വിചാരിക്കും മറ്റേ പിഴയ്ക്കാൻ വേണ്ടി പോകുന്ന, അവിടെ പോയവൻ സീനാവും പന്നയാവും എന്നുള്ള രീതിയിൽ. മുംബൈ ഒന്നും പിന്നെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ബാംഗ്ലൂർ എന്തായാലും പെടുന്നു. ഞാൻ അവിടെ 2-3 കോളേജ് അഡ്മിഷൻ എല്ലാം അടച്ച, പൈസ കൊടുക്കണം അവിടെ അഡ്മിഷൻ ഫോം ഒക്കെ വേണം. പൈസ എല്ലാം കൊടുത്ത് സമയം അപ്പം പറഞ്ഞു അതിന്റെ ചെയ്യണ്ടെന്ന് പറഞ്ഞു, നീ ബാംഗ്ലൂരിൽ പോകണ്ട, നീ പിഴച്ചു പോകും ബാംഗ്ലൂരിൽ നിന്ന് കേട്ടാലേ എല്ലാരും മറ്റേ കഞ്ചാവ് അടിക്കാനാണ്. ഇപ്പൊ പക്ഷെ അങ്ങനെ ഇതില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ആൾക്കാർക്ക് വിവരമായി, അന്ന് ആ സമയത്ത് ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത കാലം. ഞാൻ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ എവിടെയെങ്കിലും പോയി പഠിക്കുക, ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, വീട്ടിനടുത്ത് കാണാൻ നോക്കിയാൽ മതി പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എന്താ അറിയോ, LKG തൊട്ട് +2 വരെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴും പിന്നെ LKG തൊട്ട് +2 വരെ ഞങ്ങള് വേറെ. നീ വേറെ എങ്ങാണ്ട് പോയില്ലേ? ഹോസ്റ്റൽ എങ്ങാണ്ടൊന്നും? ഹോസ്റ്റലിലാ നിന്ന്, ഞാൻ കോട്ടയത്ത് തന്നെ ആയിരുന്നു. പക്ഷെ ഹോസ്റ്റൽ, കാരണം എനിക്ക് ഹോസ്റ്റലിൽ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നിട്ടില്ലല്ലോ, ഇതൊരു മതിലാണെങ്കിൽ ഇവിടെ വീട് ഇവിടെ സ്കൂൾ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങിയാ മതി. ഞാൻ പക്ഷെ ഹോസ്റ്റൽ ജീവിതം അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കാൻ. ഞാൻ എന്റെ വീട് ഹോസ്റ്റലിൽ നിന്ന് 3/4 മണിക്കൂർ ബസ്സിൽ പോകാൻ, കാറെ പോകാൻ, അത്രയും ദൂരമേ ഉള്ളൂ എന്റെ സ്കൂള്. ഞാൻ എന്നാലും ഹോസ്റ്റലിൽ നിന്ന്, കോളേജും എനിക്ക് ഒരു 20 മിനിറ്റ് അത്രയും ദൂരമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു, കാരണം എനിക്കറിയാം ഹോസ്റ്റലിൽ ഭയങ്കര ഓളാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും കമ്പനി ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റലിൽ പോയാലുള്ള ഗുണമെന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചിലും എല്ലാവരുമായിട്ടും കുറെ ആൾക്കാർ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. എനിക്ക് സ്കൂളിൽ +1 ഹോസ്റ്റലിൽ നിന്നുകൊണ്ടിരിക്കാൻ നല്ലപോലെ അറിയാം, ഭയങ്കര രസമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകണമെന്നില്ലായിരുന്നു ഹോസ്റ്റലിൽ, ആകെ വീട്ടിൽ പോകുന്ന ശനി ഞായറാവുമ്പോൾ മറ്റേ തുണിയെല്ലാം പാക്ക് ചെയ്ത് ഒറ്റ പോക്ക അലക്കാൻ വേണ്ടി. ഞാൻ വന്നു എല്ലാം അലക്കി പാക്ക് ചെയ്താക്കാൻ പറയും. നേരെ ഹോസ്റ്റലിൽ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ പോകും, ശനി ഞായറും മിക്ക ദിവസവും പോകും. അപ്പോഴെങ്കിലും സ്വസ്ഥമായിട്ട് ആഹാരം കഴിക്കാമല്ലോ. പക്ഷെ ആ സമയത്ത് വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം സ്വന്തം കട്ടിലേക്ക് ഇറക്കുന്ന ഒരു ഭയങ്കര ഫീലാണ്. പിന്നെ ഫുഡും, പിന്നെ ഞാൻ വരുമ്പോ എപ്പോഴും ഒരു കോട്ടയം ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 സിഗരറ്റ് മേടിച്ചിട്ട് വരത്തുള്ളൂ, ഒരു 4-5 കിങ്സും ഇതൊക്കെ മേടിച്ചോണ്ട് വരുത്തുള്ളൂ. എന്നിട്ട് ഞാൻ മേളിൽ ഇരുന്ന് വലിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പോയി, കാരണം രാത്രി ആകുമ്പം ഫ്രീയാ, സീനില്ല, മുറി ആരും ഇല്ല. ഞാനപ്പ ഈ വരുന്ന ഈ ടൈം എനിക്ക് മേടിക്കാൻ പറ്റിയ സമയം. അന്ന് സ്കൂളിലല്ലേ, സിഗരറ്റ് കടയിൽ പോയൊക്കെ മേടിക്കാനൊക്കെ ചെറിയൊരു ഇതുണ്ട്, അതിൽ മേടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഈ വരുന്ന വഴി മേടിക്കും. രാത്രി ഞാൻ എല്ലാവരും ഉറങ്ങാൻ നോക്കി നിൽക്കും, നേരെ പോയി മറ്റേ ബാത്റൂമിൽ സിഗരറ്റ് വരും, എന്നിട്ട് മറ്റേ ടവലെടുത്തിട്ട് ഇതാ വരും, ഇതിങ്ങനെ അടിച്ചു, എന്നിട്ട് പല്ലൊരു 2 പ്രാവശ്യം തേക്കും. ഇനി എങ്ങാനും മണം അടിച്ചാൽ എന്നിട്ട് എല്ലായിടത്തും സ്പ്രേ അടിക്കും. ഭൂമി കയറി വരുമ്പോൾ ഫുള്ള് സ്പ്രേയുടെ മണമാണ്.